ഫ്രണ്ട്സ് എക്സ്ക്രീഷന്റെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ട്രാവലിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈദരാബാദിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. ഹൈദരാബാദ് കാണണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇതെന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പാണ്. ഹൈദരാബാദ് ഡെക്കൻ പ്ലാറ്റ്യൂവിലാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. സീ ലെവലിൽ നിന്നും 1776 മീറ്റർ ഉയരത്തിലാണ് ഈ ഹൈദരാബാദ്. ഹൈദരാബാദ് ആരാണ് നിർമ്മിച്ചതെന്നും അതിന്റെ ചരിത്രവും നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. 1591 കുത്തബ് ഷാഹി രാജവംശത്തിലെ ഭരണകർത്താവായിരുന്ന മുഹമ്മദ് ഖിലി കുത്തബ് ഷാ മൂസി നദീതടത്തിൽ ഹൈദരാബാദ് നഗരം സ്ഥാപിക്കുന്നത്. 16ഉം 17ഉം നൂറ്റാണ്ടുകളിലെ കുത്തബ് ഷാഹി രാജവംശത്തിന്റെ പ്രതാപവും സമ്പൽ സമൃദ്ധിയും വർദ്ധിച്ചതോടൊപ്പം ഹൈദരാബാദ് ഊർജ്ജസ്വലമായ വജ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായി മാറി. ലോക പ്രസിദ്ധ വജ്രങ്ങളായ ദരിയ, യനൂർ, ഹോപ്പ് വജ്രം, പിന്നെ എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിലെ വജ്രമായ കോഹിനൂർ എന്നിവ ഹൈദരാബാദിലെ വജ്രഖനികളിൽ നിന്നുള്ളവയാണ്. അപ്പൊ ഞങ്ങൾ ഹൈദരാബാദിൽ ഇറങ്ങി. അപ്പൊ ആദ്യം ഞങ്ങൾ പോകുന്നത് ഹൈദരാബാദിന്റെ ഹാർട്ടായ ചാർമിനാറിലേക്കാണ്. അപ്പൊ നമുക്ക് ചാർമിനാറിന്റെ ഒരു ഹിസ്റ്ററി കേട്ട് നോക്കിയാലോ. ഇന്ത്യയിലെ തെലങ്കാന സംസ്ഥാനത്ത് ഹൈദരാബാദ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ചാർമിനാർ. 1591 നിർമ്മിക്കപ്പെട്ട ഈ ലാൻഡ്മാർക്ക് ഹൈദരാബാദിന്റെ പ്രതീകവും കൂടാതെ തെലങ്കാനയുടെ ചിഹ്നത്തിൽ ഔദ്യോഗികമായി ഉൾപ്പെട്ടിട്ടുള്ളതുമാണ്. 434 വർഷത്തിലേറെയായി ഇതിനു മുകളിലത്തെ നിലയിൽ നിലനിൽക്കുന്ന ഒരു പള്ളിയും ചാർമിനാറിന്റെ നീണ്ട ചരിത്രത്തിൽ ഉൾപ്പെടുന്നു. ചരിത്രപരമായും മതപരമായും പ്രാധാന്യമുള്ളതാണെങ്കിലും ഘടനയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജനപ്രിയവും തിരക്കേറിയതുമായ പ്രാദേശിക വിപണികൾക്കും ഇത് പേരുകേട്ടതാണ്. ഹൈദരാബാദിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഇത് മാറിയിരിക്കുന്നു. നഗരത്തിലെ പ്രധാന പള്ളിയായ മക്ക മസ്ജിദിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ തുടങ്ങിയ നിരവധി ഉത്സവ ആഘോഷങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ് ചാർമിനാർ. ആയിരത്തി 1589 നിർമ്മാണം ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ 9 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കി. അക്കാലത്ത് ഇത് ഏകദേശം 2 ലക്ഷം സ്വർണ്ണ നാണയങ്ങളായിരുന്നു. കുറഞ്ഞത് 30 അടി ആഴമുള്ള അടിത്തറയുള്ള ഇതിന് ഏകദേശം 14,000 ടൺ ഭാരമുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. 1670 ഇടിമിന്നലേറ്റ് ഒരു മിനാരവും തകർന്നു. പിന്നീട് ഏകദേശം 58,000 രൂപ ചെലവിൽ ഇത് നന്നാക്കി. 1820 സിക്കന്ദർ ജാ 2 ലക്ഷം രൂപ ചെലവിൽ ഇതിന്റെ ഒരു ഭാഗം പുതുക്കി പണിതു. മൂസി നദിയുടെ കിഴക്കേ കരയിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പടിഞ്ഞാറ് ലാദ് ബസാറും തെക്ക് പടിഞ്ഞാറ് സമുദ്രമായി അലങ്കരിച്ച മക്ക മസ്ജിദും സ്ഥിതി ചെയ്യുന്നു. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി 1591 നിർമ്മിച്ചതാണ് ചാർമിനാർ. 2012 ഈ സ്മാരകം ലോക ഭൂപടത്തിൽ സ്ഥാനം നേടി. ചാർമിനാർ എന്നാൽ 4 മിനാരങ്ങളുള്ള പള്ളി എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് പേര് ചാർ മിനാർ എന്നീ ഉറുദു പദങ്ങളുടെ വിവർത്തനവും സംയോജനവുമാണ്. അതായത് 4 തൂണുകൾ അഥവാ ഗോപുരങ്ങൾ 4 വലിയ കമാനങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നതും താങ്ങി നിർത്തുന്നതുമായ അലങ്കരിച്ച മിനാരങ്ങളാണ്. കുത്തബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തബ് ഷാ ആണ് ഈ സ്മാരകം സ്ഥാപിച്ചത്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിന്റെ സ്മരണാർത്ഥമാണ് 1591 ചാർമിനാർ നിർമ്മിച്ചത്. ചാർമിനാറിന്റെ 4 മിനാരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിക 4 ഖലീഫകളെയാണ്. ഷിയ താസിയയുടെ ആകൃതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
അതിനാൽ കർബല യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാചകൻ മുഹമ്മദിന്റെ മരുമകന്റെ സ്മരണയ്ക്കായി ഇത് നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു. സുൽത്താൻ തന്റെ ഭാവി ഭാര്യ ബാഗ്മതിയെ ആദ്യമായി കണ്ട സ്ഥലമാണ് ചാർമിനാർ എന്നും ചിലർ വിശ്വസിക്കുന്നു. ചാർമിനാറുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതനുസരിച്ച് ചാർമിനാറിനെയും ഗോൽക്കൊണ്ട കോട്ടയെയും ബന്ധിപ്പിക്കുന്ന ഒരു രഹസ്യ ഭൂഗർഭ തുരങ്കമുണ്ടത്രേ. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ രാജകുടുംബത്തിനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. എന്നിരുന്നാലും ഇന്നുവരെ ഒരു തുരങ്കവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ചാർമിനാർ മുറ്റത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പ് വുദു ചെയ്യുന്നതിന് വെള്ളം നൽകുന്നതിനായി നിർമ്മിച്ച ഒരു ചെറിയ ജലധാരയുള്ള ഒരു ചെറിയ വാസുവും കാണാം. ചാർമിനാറിന്റെ മുകളിലത്തെ നിലയിൽ ഹൈദരാബാദ് നഗരത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. 45 പ്രാർത്ഥനാ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മുസല്ലയുണ്ട്. ഇവയോട് ചേർന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ പോലുള്ള അവസരങ്ങളിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുവാൻ ഉപയോഗിക്കുന്ന തുറന്ന സ്ഥലവുമുണ്ട്. മുകളിൽ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ്.